ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ചടങ്ങിൽ നടത്തിയ പ്രസംഗം അദ്ദേഹം എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് പെൻഷൻ മുടങ്ങിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി ഹർജി ഫയൽ ചെയ്തത്. 4 മാസത്തെ പെൻഷൻ മുടങ്ങിയപ്പോൾ, പെൻഷൻ സാധാരണ 3 മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്, അതിപ്പോൾ 4 മാസം, ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ കൊടുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ച ഘട്ടത്തിലാണ് ഈ ഹർജി ദേവൻ രാമചന്ദ്രൻ എന്ന ജഡ്ജിയുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ അതിനകത്ത് മനുഷ്യത്വഹീനമായ നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് കേരള സർക്കാരിനെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിച്ചു. ഇതിൻ്റെ വിചാരണ, കേസ് എടുത്ത സമയത്ത് ഇതിനെതിരെ നവകേരള സദസ്സിൻ്റെ ഒരു ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് കോടതി അങ്ങനെ തോന്നിയ പല കാര്യങ്ങൾ പറയും, അതിനെല്ലാം പ്രതികരിക്കാൻ സർക്കാരിനെന്ത് കാര്യം? സർക്കാരിന് ചില നയപരിപാടികളുണ്ട്, ആ നയപരിപാടികൾ സർക്കാർ നടപ്പാക്കും. അത് വ്യക്തമായ ഒരു മറുപടിയാണ്. അപ്പോൾ കോടതിക്ക് തോന്നിയ പോലെ പറയുന്നു എന്നതിനെ പിടിച്ചിട്ടാണ് ഈ പ്രസംഗത്തിൽ കൊച്ചിയിലെ ഒരു സംഘപരിവാർ അനുകൂല സംഘടനയുടെ യോഗത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ അഭിപ്രായം പറഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ അതിനെ പിടിച്ചിട്ടാണ് വളരെ പരിഹാസ രൂപത്തിൽ അദ്ദേഹം ചില കമൻറ്റുകൾ പറഞ്ഞത് പ്രസംഗത്തിൽ. അതിൻ്റെ ഒരു ചുരുക്കം അദ്ദേഹം പറഞ്ഞത്, തൻ്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ്, അതിൽ ഞാൻ പിന്നോട്ട് പോയില്ല എന്നർത്ഥം. അതായത് തൻ്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം, അദ്ദേഹത്തിൻ്റെ സിംഗിൾ ബെഞ്ച് വിധികൾ പലതും ഡിവിഷൻ ബെഞ്ച് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട കാര്യങ്ങൾ അനവധിയാണ്. അപ്പം ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, ചവറ്റുകുട്ടയിൽ ഇടപെട്ട എൻ്റെ വിധിന്യായങ്ങൾ എന്നൊരു പുസ്തകം വേണേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എഴുതാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധികൾ എന്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്നു? അത് മൂല്യങ്ങൾ നിർത്തിയുള്ളത് കൊണ്ടാണോ എന്ന് എല്ലാവർക്കും ആലോചിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹം ഒരു ജഡ്ജി ആയതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊന്നും അല്ലത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് നമ്മളതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഈ ജസ്റ്റിസ് അതിലൊരു പ്രധാന വാചകം, ആരും രാജാവല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലം അല്ല. ആരും രാജാവല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് വ്യക്തം. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് ഊഹിക്കാം. അതിലൂടെ ഒരു പ്രയോഗമുണ്ടല്ലോ, രാജാവ് നഗ്നനാണ്, അത് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കാം. പിന്നെ കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ല. അതിനകത്ത് പരോക്ഷമായി ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അദ്ദേഹം സമ്മതിക്കുകയല്ലേ? അതല്ലേ വാചകത്തിൻ്റെ അർത്ഥം? ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഒരാൾ ചെണ്ട കൊട്ടി ഘോഷിച്ചിട്ട് ഒരു വിളംബരം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ, സർക്കാർ എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം ആണെങ്കിലല്ലേ പറയുള്ളൂ. മോശം കാര്യം അങ്ങനെ കൊട്ടിഘോഷിച്ച് പറയുമോ? അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വളരെ പരോക്ഷമായിട്ട് അംഗീകരിക്കുന്നു, കൃത്യമായിട്ട് അംഗീകരിക്കുന്നു, പിണറായി സർക്കാർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല, അത് നല്ല ശീലമല്ല. അതാണ് ഒരു പുള്ളിയുടെ ഒരു വിമർശനം. ആയിക്കോട്ടെ. പക്ഷേ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ മാപ്രകൾ ആയി മാറിയിട്ട് ജനങ്ങളുടെ മുന്നിൽ, അല്ലെ പത്രമാധ്യമങ്ങളിലൂടെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ നുണക്കഥകൾ രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ സംഭവങ്ങൾ, അതിൻ്റെ പട്ടികയൊന്നും പറയാൻ ഇവിടെ സമയമില്ല. സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഇവിടെ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ജനങ്ങളെ ബോധവൽക്കരിക്കലല്ലേ? ജനങ്ങൾ അറിയണ്ടേ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ? ഈ കഥകൾ മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ മതിയോ? അതിനെയാണ് കൊട്ടിഘോഷിച്ച് നടക്കുന്നു എന്ന് പറയുന്നത്. കേന്ദ്രം കാട്ടുന്ന അവഗണന, അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ, അത് ജനങ്ങളോട് പറയണ്ടേ?
ആ നവകേരള സദസ്സിനെയാണ് ഇങ്ങനെ ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ആക്ഷേപിക്കുന്നത്. ഇനി മറിയക്കുട്ടിയുടെ കേസിൽ മനുഷ്യത്വം ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ എന്നൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് 18 മാസം പെൻഷൻ മുടങ്ങിയ കൂട്ടത്തിൽ മറിയക്കുട്ടിയുമുണ്ട്. അടിമാലിക്കാരി മറിയക്കുട്ടി ചേടത്തിയുണ്ട്. അന്നൊന്നും മറിയക്കുട്ടി ചേടത്തിക്കില്ലാത്ത പരാതി ഇപ്പം എവിടുന്ന് വന്നു? അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. മറിയക്കുട്ടി ചേടത്തിക്ക് മാത്രമല്ലല്ലോ പെൻഷൻ കൊടുക്കാൻ ഉള്ളത്. 64 ലക്ഷത്തോളം ആൾക്കാർക്കാണ് കേരളത്തിൽ സർക്കാർ പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. മറ്റ് പെൻഷനല്ല, ക്ഷേമ പെൻഷൻ 64 ലക്ഷം. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇത് ചെയ്യുന്നില്ല. അപ്പോഴാണ് കേന്ദ്രം ചോദിക്കുന്നത്, ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കണോ, ക്ഷേമ പെൻഷൻ? ഇത് നിങ്ങളിങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ലോജിക്ക് എന്താണ്? എന്നിട്ടൊരു ചെറിയ വിഹിതമാണ് കേന്ദ്രത്തിൽ ഇതിൻ്റെ പങ്കായിട്ട് വരുന്നത്. അതുപോലും ഇടയ്ക്ക് മുടക്കിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കാതിരുന്ന 18 മാസത്തെ പെൻഷൻ പിന്നെ വന്ന ഒന്നാം പിണറായി സർക്കാരിലേക്ക് കൊടുത്തത് അത് ഒരു 600 രൂപ വെച്ചിട്ട്, പിന്നെ അത് പലതവണ കൂട്ടി 1000 ആക്കി, പിന്നെ 1200 ആക്കി, പിന്നെ ഇപ്പം 1600 രൂപ വരെ എത്തിച്ചില്ലേ 7.5 വർഷക്കാലം കൊണ്ട്. അതിനിയും കൂട്ടണമെന്നാണ് സർക്കാർ നിലപാട്. അതിന് പണം കണ്ടെത്തണം. ഇതിനെയാണ് മറിയക്കുട്ടി ചേടത്തി ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയി ചോദ്യം ചെയ്തത്. മറിയക്കുട്ടി ചേടത്തിക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടുമല്ലോ. അപ്പം ഇതിന് പിന്നിലാരാണ്? ഇത്രയും ആയിരങ്ങൾ പെൻഷൻ, ഒരു 4000-3000 രൂപ പെൻഷൻ കിട്ടാനുള്ള മറിയക്കുട്ടി ചേടത്തി ഏതാണ്ട് 1000 ചെലവഴിച്ചല്ലേ, 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതിൻ്റെ പിന്നിൽ ആരാണ് ഈ കാശ് കൊടുക്കുന്നത്, ഈ ചെലവ് നടത്താൻ? അപ്പം അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇല്ലാത്ത പരാതി എന്തുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ വരുന്നു? മറിയക്കുട്ടി ചേടത്തിക്ക് വ്യക്തം കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ തന്നെ അത് കൊണ്ടു കൊടുക്കണം. എങ്കിലല്ലേ 4 കമൻറ്റ് വരുള്ളൂ. തോന്നിയ പോലെ എന്നതിന് മറുപടിയും വന്നു മുഖ്യമന്ത്രിയിൽ നിന്ന്. എന്തേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങനെ പറഞ്ഞു. ഇനി തോന്നിയ പോലെ എന്ന് പറഞ്ഞാൽ, തോന്നി എന്ന് പറയുന്ന വാക്ക് നല്ല വാക്കാണ്. പിന്നെ അത് തോന്നിയാസമായി അതിനെ നെഗറ്റീവാക്കി പിന്നെ വൽക്കരിച്ചതാണ്. തോന്നൽ എന്ന് പറയുന്നത് ഒരു പാലി ഭാഷയിലെ ഒരു വാക്കാണ്. അതിൽ നിന്നാണ് ഇത് മലയാളത്തിൽ വന്നത്. ഒരു കാലത്ത് ബുദ്ധമതം കേരളം മുഴുവൻ വ്യാപിച്ചിരുന്നു. പാലി ഭാഷ ഇവിടെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു. നമ്മുടെ മലയാളത്തിലെ പല വാക്കുകളും പാലി ഭാഷയിൽ നിന്നാണ്. ഇപ്പം പള്ളി, പല സ്ഥലങ്ങളും പള്ളി എന്ന പേരിൽ അവരുണ്ട്. കാർത്തികപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, എത്രയോ പള്ളി ചേർത്തുള്ള സ്ഥലനാമങ്ങൾ ഇവിടെയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ പാലി ഭാഷയിലെ ഒരു വാക്കാണ്. അപ്പോൾ കേരളത്തിൽ ബുദ്ധമതം എത്രമാത്രം വ്യാപകമായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അത് പറഞ്ഞു പോയ ഒത്തിരി ചരിത്രം പറയാറുണ്ട്. അതുകൊണ്ട് അതിവിടെ ഒതുങ്ങത്തില്ല, സമയമില്ല. അപ്പോൾ തോന്നൽ ഒരു നല്ല വാക്കാണ്. തോന്നിയവാസി മുക്കെന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ തോന്നൽ എന്ന് പറഞ്ഞൊരു ബോധമാണ്. അത് ഫിലോസഫിയിൽ പെടുന്നതാണ്. ബുദ്ധ ഫിലോസഫിയിൽ, ബുദ്ധമതത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് തോന്നൽ. നമ്മുടെ ഉള്ളിലെ തോന്നലാണ്. അത് പോസിറ്റീവാണ്. അപ്പോൾ തോന്നിയത് പറയും എന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അർത്ഥങ്ങൾ വാക്കുകളുടെ മാറിപ്പോയിട്ട് അതിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് തോന്നൽ എന്ന വാക്ക്. തൽക്കാലം ഇതിവിടെ നിർത്തുന്നു.